പോവാ പത്തുവാ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പൂജ ജിതിനെ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി പോവുകയാണ് ഗൈസ്. 4 മണിക്കൂറത്തെ യാത്രയിലല്ല എന്താ സാധനത്തിന് പറയാ, അതന്നെ 4 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ഗൈസ്. സീറ്റ് ബെൽറ്റ് അതെ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും സാധനം മീറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ചൊരു വീഡിയോ ചെയ്യൂ, നിങ്ങൾ എന്നാൽ നേരിട്ട് കാണാമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അത് എനിക്കും തിരക്കുണ്ട്, അവനക്കും തിരക്കുള്ളതുകൊണ്ട് അത് നടപ്പിലാക്കാനായിട്ട് കുറച്ച് താമസം എടുത്തു. അപ്പോൾ ഇന്ന് ഡിസംബർ 30 ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സാധനൻ്റെ അടുത്തേക്ക് പോകുന്നത്. നിങ്ങളെല്ലാവരും സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എൻ്റെയും ഭദ്രയുടെയും കുറച്ച് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൊല്ലത്തേക്കുള്ള പോക്കാണ്. സൽമാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ കണ്ട എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ജിതിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഞാൻ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂടെ ഭദ്രയുണ്ട്. ബോബനും മുളത്തെ പട്ടിനെ പോലെ ഞാൻ എവിടെ പോയാലും അവൾ എൻ്റെ പിന്നാലെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊരു 9:30 ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് വിശക്കണ്, വല്ലതും തിന്നാൻ വാങ്ങിത്തായി ഒന്ന് റോഡിലെ ബ്ലോക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നമ്മളിപ്പോ എവിടെയാ, എന്താ കഴിക്കാൻ പോവാ, എവിടെ പോവാ? പൂജയുടെ പൂജയുടെ ജിതിൻ സാറിനെ കാണാൻ, പൂജയുടെ ജിതിൻ സാറിനെ കാണാൻ പോവാ ഞങ്ങള്. സംഭവം അവൾ ക്യൂട്ട്നെസ് ഉള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ അടുത്ത് അവൾ എപ്പോഴും ചൈൽഡിഷാണ്. ഞാൻ അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് കേട്ടോ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് അവൾ ഭയങ്കര കംഫർട്ടാണ്. മൊത്തം വൈബാക്കാനായിട്ട് ഇവൾ Bye.
ഇപ്പൊ സമയം നമുക്ക് 1:06 ഇവിടെ എത്തി ഗൈസ്. കൊല്ലത്തെത്തിന് കുറച്ചും കൂടി ഉള്ളൊരു 57 മിനിറ്റ്സിന്റെ വഴി, 57 മിനിറ്റിന്റെ വഴിയുണ്ട്. അങ്ങനെ ഈ സനച്ചേട്ടനെ കാണാൻ 57 മിനിറ്റിന്റെ. സനച്ചേട്ടൻ കാണാനല്ല കേട്ടോ, സന നാളെ വരത്തുള്ളൂ ഷൂട്ടിനായിട്ട്. നമ്മ റിസോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ജിത്തേട്ടൻ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് ഗൈസ്. പൂജ വളരെ എക്സൈറ്റ്മെന്റിലാണ് നമുക്ക്. അതെ അതെ, സീരീസ് കഴിഞ്ഞു, അവസാനിച്ചു. എല്ലാവരും സപ്പോർട്ടിന് നന്ദി. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അടുത്ത സീരീസ് നമ്മൾ ഉടനെ ആരംഭിക്കുന്നതാണ്. അതുവരെ എല്ലാവരും വെയിറ്റ് പണ്ണപ്പോ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് അത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ആ സീരീസ് ഇതിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത സീരീസ് തുടങ്ങാൻ ഡിലേ വരുന്നത്. നമുക്കപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ, ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ കാണാം. എങ്ങനെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവത്തില്ല, കാരണം ഞങ്ങൾക്ക് നല്ല ഉറക്കത്തിന്റെ സടപ്പുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് അതിന്റെ ഉണ്ട്. എത്ര ദിവസം എനിക്ക് ഉറങ്ങിട്ടെന്ന് പറയൂ. ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഓരോ ഓട്ടത്തിലായിരുന്നു. നാട്ടിൽ പോകലും തിരിച്ചു വരലും, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്മസും ട്രിപ്പ് പോകലും. വരെയൊക്കെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇനി ഇതും കൂടി കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ശരിക്കും അടുത്ത വർഷം നമ്മൾ ഉറങ്ങുള്ളൂ. ഇനി ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം വീഡിയോ എടുത്ത് സെറ്റ് ആക്കിട്ട് ഇടാനായിട്ട്. അത്രേ ഉള്ളൂ. ഈ റിസോർട്ടിലാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സനുവിൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്, അപ്പോൾ അവൻ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നത്. ഈ റിസോർട്ട് ചിലപ്പോൾ നിങ്ങൾ മുമ്പ് സനുവിൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അവൻ്റെ നീയൻ സുന്ദരിയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടേജിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആ കോട്ടേജല്ല, ഈ കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഭദ്ര ഓൾറെഡി അകത്ത് കയറി ഫ്രഷ് ആവാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നതാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ഞാൻ പകൽവെട്ടത്തിൽ ശരിക്കും കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ റൂമിലെത്തി ഗായ്സ്. പറഞ്ഞല്ലേ രണ്ടരേ ഉറങ്ങാൻ പോവാനും നാളെ നേരത്തോടെ വിളിച്ചേൽപ്പിക്കും. ഇവിടെ തന്നെ ഉറങ്ങാൻ പോവാ. ബൈ. നേരത്തെ പറഞ്ഞതിലൊരു കറക്ഷൻ ഉണ്ട്. ഇന്നാണ് 30-ാം തീയതി. ഞങ്ങൾ 29-ാം തീയതി നൈറ്റാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നേരമൊക്കെ വെളുത്തു. ഇതാണ് കേട്ടോ പുറത്തത്തെ ആ ഒരു വ്യൂ. രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയൊക്കെ ആയിട്ടോ ഞാൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഏതായിരുന്നു വെട്ടം. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതൊക്കെ എടുക്കണതാണ്. പിണങ്ങിക്ക് എടുക്കുക എൻ്റെ കുട്ടി. അവരാരും വന്നിട്ടില്ല. ഞങ്ങളിവിടെ 8 മണിക്ക് വരും പറഞ്ഞിട്ട് 7 മണിക്ക് റെഡി ആയിരിക്കും. ഞാൻ 8 മണിക്ക് വന്നിട്ട് 6 മണിക്ക് എണീറ്റിട്ട് 7 മണിക്ക് റെഡി ആയിട്ട് 8 മണി 9:30 ആയിട്ടും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ വിശക്കുന്നു. ഞാൻ തിന്നായിരിക്കുമ്പോ വരും കേട്ടോ. നമ്മ ഹീറോ എങ്കടാ എടുക്കുക എന്ന് ചോദിച്ച പോലെ ഹീറോയുടെ എൻട്രി ഒന്ന് എടുക്കാനായിട്ട് സാറ് വരുന്നത് നോക്കി കുറേ നേരമായി ഞാൻ ആ ജനലും നോക്കിയിരിക്കുന്നു. സാറ് പോയിട്ട് ബാക്കിയുള്ള എല്ലാവരും വന്നു, പക്ഷെ സാറിന് മാത്രം കാണുന്നില്ല ഗൈസ്. ഇരുന്നിരുന്നിരുന്ന് എനിക്ക് വേര് മുളയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ സാധാരണ സാരി എടുക്കണേക്കാളും ധാവണി എടുക്കണേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുഖൊന്ന് കാണട്ടെ. ഇടയിൽ വേറെ ഒന്നും ഇല്ല. അതാ ഞാൻ തിരിച്ചു പോവാ വീട്ടിക്ക്. എങ്ങനെ പോവാ? കാറിന്. ആര് കാറ് പിടിക്കും? ഉറപ്പാണോ? എടുത്തോ. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ നമ്മുടെ കഥാനായകൻ വരികയാണ് ഗൈസ്, വരികയാണ്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണിക്കൂർ കുറേയായി ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. വല്ലത് ഇവൻ അറിയുന്നുണ്ടോ? വാതിലും തുറന്ന് വരിക കടവാവൽ. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ കേട്ടോ. ആശ വ്ളോഗ് എടുത്തില്ലെന്ന്
അയ്യോ അത് മറന്നുപോയി, കുറച്ചൊക്കെ എടുത്തുള്ളൂ. നോക്കി ചിരിച്ചു. ഇതിനായിട്ട് വർക്കായിട്ടില്ല. ഞാൻ എനിക്ക് ട്യൂസ്ഡേ വിളിച്ച് എന്തോ കല്യാണമാണോ ജിതിൻ സാർ ഹിയർ. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു എന്തൊരു ചാടിയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യത്തെ വീഡിയോ നമ്മുടെ വെട്ടത്തിലത്തെ സീനാണ്, ഒരു സീനാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ലൊക്കേഷനും ഞങ്ങൾക്ക് കിട്ടി. റെയിൽവേ സ്റ്റേഷനിലൊന്നും പോകേണ്ടി വന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കുറേ ടേക്ക് എടുത്തിട്ടോ ഞാൻ. കാരണം ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടേക്ക് പോകേണ്ടി വന്നു. പക്ഷേ സനമാണെന്നുണ്ടെങ്കിലും രാജേഷ് ചേട്ടനാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല പോലെ പറഞ്ഞു തന്നില്ലെങ്കിൽ അതുപോലെ നിന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് തെറിയാക്കേണ്ട സംഭവമായിരുന്നു, കാരണം ഞാൻ അത്രയും ടേക്ക് എടുത്ത് മുട്ടിപ്പിച്ചിട്ടുണ്ട്. 2, 3 go. തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉള്ളതുകൊണ്ട് നമുക്ക് ഡയലോഗ്സൊക്കെ ഭയങ്കര വോയിസ് കുറവായിട്ടാണ് കേട്ടിരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. സനു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല അത്യാവശ്യമായിട്ട് തെറ്റിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്ന് ഇവർ രണ്ടുപേരും മാക്സിമം ഞാനങ്ങ് എന്താ പറയുക ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആ സീനങ്ങ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഷൂട്ട് മുഴുവൻ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് മൊത്തം റിസോർട്ടിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ആണ്. ഇനി വരുന്ന സീന് നമ്മൾ അയ്യിലത്തെ ഒരു സീനാണ് വരുന്നത്. ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് അതെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷെ പെട്ടെന്ന് ഞാനത് അവസാനിപ്പിച്ചു. ഫോണ് തറയൊക്കെ അല്ല മറ്റേ ചോറിന് മറ്റേ സാധനം കിട്ടുമോ? അത് നമ്മൾ പെട്ടെന്ന് തീർത്തതിൻ്റെ റീസൺ പിന്നെയാണ് മനസ്സിലായത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മീൽസായിരുന്നു. ഞാനും സനം മീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ സന്നെ കാണാൻ പോയതും ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോണതും ഒന്നും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി എന്നായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഓഡിയൻസിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു വീഡിയോ കൂടി എടുത്തായിരുന്നു, ബേബി ഹീസ് ലവ്സ് യു എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാമറാമാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് സനം പോകാൻ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് അവനോട് ചോദിച്ചു നമുക്കെന്നാൽ ഒരു വീഡിയോ ഫോണിലെടുത്താലോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേസ്. എന്നാൽ പിന്നെ ഫോണിൽ ചാർജ് ആവുന്ന ടൈം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടുള്ള ഹെടുപ്പാണത് കേട്ടോ. മുമ്പത്തെ ഷൂട്ടിൻ്റെ ഡ്രസ്സുകളൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. എല്ലാ ഷൂട്ടും കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി പറക്കി വെക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ഒരെണ്ണം ഷൂട്ട് ചെയ്തു. ഒരു സോങ്ങും കൂടി ഷൂട്ട് ചെയ്തതിന് ശേഷം വിക്രമാദിത്യത്തിലത്തെ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സാറ് ഡയലോഗ് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഈ വീഡിയോ ഭദ്രടുത്തുകൊണ്ട് നമുക്ക് BTS എടുക്കാനൊന്നും പറ്റിയില്ല. വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സനു പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം 6 മണിയായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ തിരിക്കുന്നത്. സനു പോണ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇൻസ്റ്റ എന്തോ ബഗ്ഗായിട്ട് ഇൻസ്റ്റയിലാണ് എടുത്ത മെമ്മറി ഫുള്ളാണ്ട്. അപ്പോൾ അത് മൊത്തം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 12 മണിക്കുള്ളിലൊക്കെ എത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനിയും വീഡിയോസ് ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കൊണ്ടും അല്ലെങ്കിൽ തിരക്ക് കൊണ്ടും പറ്റാത്തതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഞങ്ങൾ ഒരുമിച്ച് കണ്ടതിൻ്റെ വിശേഷങ്ങൾ. ബാക്കി വീഡിയോസൊക്കെ എടുത്തത് ഒരു ദിവസം കൊണ്ട് 5 വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ എടുത്ത വീഡിയോസൊക്കെ ഒറ്റ ദിവസം കൊണ്ട് 5 വീഡിയോ എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരോടും ഞങ്ങൾ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ലവ് യു സോ മച്ച്. ബൈ. ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ ഏതെങ്കിലും വീഡിയോ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് വീഡിയോ ആണെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. നമുക്ക് ട്രൈ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ, ഉറപ്പ് അറിയില്ല, പക്ഷേ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.